ആ നിലവാരം വെച്ച് മുന്നോട്ട് പോകുകയാണ്. അത് വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. 2 തിമോത്തി 4-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവർ ഉപദേശം കർണരസമാകുവാൻ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടകന്മാരെ പെരുക്കി സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ ചെയ്യുന്ന കാലം. സ്തോത്രം. വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ ആത്മാവിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം എല്ലാവരും ഇത് ശരിയായ രീതിയിൽ ഒന്ന് കേട്ട് വായിച്ചു മനസ്സിലാക്കണം. എല്ലാവരോടും പറ, IPC-ക്കാരോടും ന്യൂൺ ഡേ ചർച്ചുകാരോടും അതുപോലെ ഷാരോങ്കാരോടും ബ്രദറുകാരോടും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സംഘടനകളോടുമാണ് വ്യക്തമായിട്ട് പറയുന്നത്. ആരും ഇതിന്റെ നിലവാരത്തിലേക്ക് വരുന്നില്ല. ഓരൊറ്റ പ്രാസംഗികനും വരുന്നില്ല. ഇന്ന് വലിയ പ്രാസംഗന്മാരാണ് നടക്കുന്ന ചെയ്സ് ജോസഫ് പാസ്റ്ററോടും അതുപോലെ തന്നെ അനീഷ് കാവാലത്തോടും അതുപോലെ തന്നെ KC ജോൺ പാസ്റ്ററോടും അതുപോലെ തന്നെ K ജോയ് പാസ്റ്ററോടും എല്ലാവരും എനിക്കറിയാവുന്ന പാസ്റ്റർമാരോട് പറയുകയാണ്, നിങ്ങളുടെ ഈ പ്രസംഗം കൊണ്ട് കാര്യമായില്ല. നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ സഭകളിൽ എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ സഭകളിൽ എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് നിങ്ങളുടെ പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുന്നവരെ എങ്ങനെ വളർത്തിയെടുക്കണമെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പക്ഷെ ഇതെല്ലാം ഇന്ന് നിങ്ങളെല്ലാം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പേരിക്കുകയാണ്. ഓരോ സംഘടനകളുടെയും ബൈബിൾ കോളേജുകൾ എങ്ങനെ പഠിപ്പിക്കുന്നു ആ പഠന രീതിയിലാണ് പോകുന്നത്. അല്ലാതെ ഇന്നുള്ള ഓരോറ്റ ശുശ്രൂഷന്മാരെയും പരിശുദ്ധ ആത്മാവിൽ പ്രാപിച്ച് കൊടുക്കുന്ന ഒരു ശുശ്രൂഷന്മാരെയും കാണാനില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ അന്ത്യകാലത്ത് കർത്താവിന്റെ വരവടുത്തിരിക്കുന്ന ഈ സമയത്ത് വ്യക്തമായിട്ട് വിളിച്ചു പറയണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശരിയായ രീതിയിൽ ഒന്ന് മനസ്സിലാക്കണം. അവിടെ എന്താ പറയുന്നത്? അവർ പത്യോപദേശം പൊറുക്കാതെ. അപ്പൊ പത്യോപദേശം പൊറുക്കുന്നില്ല ആരാണെന്നും കൂടെ മനസ്സിലാക്കണം. പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാർ. കർണരസം കേൾക്കുന്നവർക്കൊന്ന് കേട്ട് ചിരിക്കാൻ, ഒന്ന് ചിരിക്കണം, എങ്കിലേ അവരിയ്ക്കുന്നുള്ളൂ. അപ്പോ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ ഭരിക്കുകയാണ്. എവിടെ? ബൈബിൾ കോളേജിൽ. ആ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു വന്ന ശുശ്രൂഷകന്മാരാണ് ഈ കാണുന്നവല്ല. അല്ലാതെ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ആരും പറയുന്നില്ല. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും അത് ഏൽപ്പിച്ചു തരികയും ചെയ്തതെന്നാണെന്ന് ആരും പറയുന്നില്ല. ഓരോ ബൈബിൾ കോളേജിലും പഠിപ്പിച്ചത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്നെ പോരുകയാണ്. ഒരു